എന്ത് പരിപാടി? നമ്മള് ഇവിടെ വന്നതിന് ശേഷം ഇദ്ദേഹം മറ്റേ പഴയ ആ ഷോർട്ട് ഫിലിമില്ലേ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. ആ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയുന്നു. ഇപ്രാവശ്യം നിങ്ങൾ നടത്തുന്ന ഒരു ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് എന്തെങ്കിലും ചെയ്യാം. ഞാനും ഇങ്ങനെ സിനിമയെ കണ്ടിട്ട് നടക്കും. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ചെറിയൊരു ത്രെഡ് പ്രേമ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറ. എന്റെ മനസ്സിൽ പറഞ്ഞു ഞാൻ പറയട്ടാ. അതായത് ഇത് കുറെ കാലം കൊണ്ട് ഞാൻ ആലോചിക്കുന്ന ഒരു സാധനം, ഒരു കുടുംബത്തിന്റെ കഥയാണ്. കുടുംബത്തിന്റെ കഥ എന്ന് പറയുമ്പോൾ ഒരു അച്ഛൻ മോൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു എന്റെ മനസ്സിലുള്ള ഐഡിയ വെച്ചാല് നമ്മൾ ഈ IFFKയിൽ വരുന്ന കാര്യങ്ങളും ക്യൂവിൽ നിന്ന് സംഭവങ്ങൾ കിട്ടാത്തതും അങ്ങനെ ഒരു വിഷമം ഒരു കഥ. ഇതിപ്പോ ഞാൻ ഒരു ഐഡിയ ഇവിടെ പറഞ്ഞ പ്രേമത്തിനെ കുറിച്ച് എടുത്താലും കൊള്ളൂല. അത് നടക്കുന്ന കാര്യമല്ലോ. ഒരു പുണ്ണാക്ക് നടക്കൂലെന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെയല്ല. 7 വർഷം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഒരാൾ ഒരു കഥ പറയും. ഞാൻ ഇതുവരെ നടക്കൂ. കുടുംബത്തെ കുറിച്ചാണെങ്കിൽ കുടുംബം വന്നത് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് പറയാം. ഞാൻ പറഞ്ഞില്ല IFFKയിൽ വന്നു കഴിഞ്ഞാൽ IFFKയുടെ കഥയല്ലേ പറയേണ്ടത്. പുതിയ തലമുറ പ്രേമവും നിരാശയെ കൊണ്ടെങ്കിൽ നടക്കും. കുടുംബത്തിന്റെ ആണെങ്കിൽ ഞാൻ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാനില്ല. ഒരു കാര്യം ചെയ്യാം. പഴയതുപോലെ നമുക്ക് ആലോചിച്ച് പറയാം. അല്ലെങ്കിൽ അവനവനായിട്ട് കാര്യം നോക്കാം. നമുക്ക് 4-5 ദിവസം ഉണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം. അല്ലെങ്കിൽ നമുക്ക് അപ്പനെ എടുക്കാം. ഓക്കെ അല്ലേ? ഒരു കാര്യം ചെയ്യാം. ഞാൻ ഒരു സിനിമയ്ക്ക് കണ്ടില്ലേ എണീറ്റ് പോയതല്ല. ഇത് എന്നെ സ്ഥിരം പരിപാടി നടക്കൂല. ഇത് കാലങ്ങളായി നമ്മുടെ സ്ഥിരം പരിപാടിയാണ്. പുള്ളി എണീറ്റ് പോകും, നമ്മൾ വെച്ച് മതിയാക്കും. അല്ല നടക്കുമോ? ഞാൻ ഒരു കാര്യം പറയും. നമ്മൾ രണ്ടുമായിരുന്നു. ഓക്കെ. ആ പുള്ളി വന്നപ്പോഴേ എനിക്ക് തോന്നിയല്ലോ അങ്ങേര് എന്തിരിക്കും IFK വന്നിട്ട് സിനിമയുടെ IFKയിലെ സിനിമയാണോ ഉള്ളത്? എനിക്ക് നേരത്തെ അറിയാം. പിന്നെ നമ്മള് സുഹൃത്തല്ലേ, പിണക്കണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും വേറൊരു കാര്യം ചെയ്യാം. നമുക്ക് പോയിട്ടേ അയാളെ ചായ കുടിക്കല്ലേ പോയി, അയാളെ കുത്തി ചായ കുടിക്കാം. അതാണ് നല്ലത്. തൽക്കാലം നമുക്ക് വിട്ടിട്ട് ചായ കുടിക്കാം. അതെങ്കിലും നടക്കും. ഓക്കെ.